പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഗ്രാഫ്സിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇന്ന്. ഗ്രാഫിൽ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഓഫ് മോഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മുഴുവൻ പൊസിഷൻ ടൈം ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നൗ ഇറ്റ്സ് ടൈം ടു ഡിസ്കസ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാം, ടൈം അലോങ് എക്സ് ആക്സിസും ദെൻ വെലോസിറ്റി അലോങ് വൈ ആക്സിസ്. ഈ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം മോഷനാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ആരെന്നെയാണ്? ഓർ എന്തതിൻ്റെ വേറെ പേര്? യൂണിഫോം വെലോസിറ്റി അല്ലേ? ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്ന ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ടൈം ആക്സിസിന് പാരലൽ. കാരണം ഏത് ടൈം എടുത്താലും ആ സമയത്തൊക്കെ വെലോസിറ്റിക്ക് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ, ഒരു മാറ്റമില്ല എന്നുണ്ടാവും. വെലോസിറ്റി സമയം മാറുന്നതിനനുസരിച്ച് വെലോസിറ്റിയിൽ മാറ്റമില്ലാതെ നിൽക്കാം. അതാണ് ആര്? യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. അത് വളരെ ഈസി ആയിട്ടാവും. യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം മോഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്നാണ്. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ഓക്കെ, നെക്സ്റ്റ് യൂണിഫോം ആക്സിലറേഷനാണ്. യൂണിഫോം ആക്സിലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. യൂണിഫോം ആക്സിലറേഷൻ്റെ പൊസിഷൻ ടൈം, കൺഫ്യൂഷൻ ആയതിന് യൂണിഫോം ആക്സിലറേഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഷേപ്പ് എന്തായിരുന്നു? പരാബോള ആയിരുന്നു. ഇത് യൂണിഫോം ആക്സിലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ആക്സിലറേഷൻ ഞാൻ നിങ്ങളോട് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ മീനിങ് എന്താ? 2 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 1 സെക്കൻഡ് എന്നാണ്. 2 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 1 സെക്കൻഡ് എന്ന് വെച്ചാൽ ഓരോ സെക്കൻഡിലും 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ മീനിങ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടൈമും വെലോസിറ്റിയും തമ്മിലുള്ള ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ മുമ്പ് നമുക്ക് ചെയ്ത പോലെ, അതായത് 0 ടൈമിൽ വെലോസിറ്റി, സ്റ്റാർട്ടിങ് വെലോസിറ്റി 0 എന്ന് വിചാരിക്കുക. പിന്നെ ആദ്യത്തെ 1 സെക്കൻഡിൽ വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ച് എത്ര? 2 മീറ്റർ പെർ. അപ്പോൾ 2 ആയി. പിന്നെ അടുത്തൊരു സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി വീണ്ടും 2 ചേഞ്ച് ചെയ്തു. അപ്പോൾ അവിടെ 4 ആയി. മനസ്സിലായോ? 1 സെക്കൻഡ് കൂടി കഴിയുമ്പോൾ അത് 6 ആയി മാറി. ഈ രൂപത്തിൽ വരച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ്. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക, സ്ലോപ്പോട് കൂടിയുള്ള സ്ട്രെയിറ്റ് ലൈൻ. മനസ്സിലായല്ലോ? അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ്റെ പൊസിഷൻ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്. സ്ലോപ്പോട് കൂടിയ സ്ട്രെയിറ്റ് ലൈനാണ് നിങ്ങൾക്ക് ലഭിക്കുക. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നോക്കൂ, ഇവിടെ നമുക്ക് അറിയേണ്ടത്, ഇവിടെ നമുക്ക് ഈ 2 ഗ്രാഫാണ് നമുക്ക് പ്രധാനപ്പെട്ട ഗ്രാഫ്. ഇനി നമുക്കിതിൽ അറിയേണ്ടത് ഇത്രമാത്രം, അതായത് ഇതിൻ്റെ സ്ലോപ്പ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഹെഡിങ് തന്നെ കൊടുത്ത് നോക്കൂ, ആക്സിലറേഷൻ ഫ്രം വി ടി ഗ്രാഫ് എന്നാണ്. ആക്സിലറേഷൻ ഫ്രം വി ടി ഗ്രാഫ്. അപ്പോൾ ഇവിടെ വരച്ച ഗ്രാഫ് നോക്കൂ, ഇത് ടൈം അലോങ് എക്സ് ആക്സിസ്, വെലോസിറ്റി അലോങ് വൈ ആക്സിസ്. ഗ്രാഫ് ഇതാണ് കേട്ടോ. ദിസ് ഈസ് ദ ഗ്രാഫ്. യെസ്, ഈ എ ബി ആണ് ഗ്രാഫ് വരച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നല്ല, ഇനീഷ്യലി തന്നെ ഒരു വെലോസിറ്റി ഉണ്ട് എന്നർത്ഥം. ഇനി ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണാൻ, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് നോക്കൂ, ഇവിടെ ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ വരച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അതിങ്ങനെ ഫുള്ളായിട്ട് വരക്കൽ നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ട് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെയും വരക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഒക്കെ നമ്മുടെ ചോയ്സാണ്. കാരണം ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഇതിന് ഒരൊറ്റ സ്ലോപ്പാണ്. യെസ്, ഞാനിവിടെ നോക്കൂ, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ വെലോസിറ്റിനാണ് ഞാൻ യു എന്ന് കൊടുത്തത് അല്ലേ? നമ്മൾ പലപ്പോഴും അങ്ങനെ കൊടുക്കാറുണ്ട്. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, വി ഫൈനൽ വെലോസിറ്റി, ആ മീനിങ്ങിലാണ് ഇവിടെ യു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ടി സമയമാണ് പിന്നെ ഇത് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ടി സമയത്തുള്ള വെലോസിറ്റിയാണ് ഇവിടെ വി എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുനോക്കാം. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു, ഗ്രാഫിൻ്റെ സ്ലോപ്പ് വൈ ആക്സിസിന് പാരലായിട്ടുള്ള പോർഷൻ ബി സി അല്ലേ? അപ്പോൾ ബി സി ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിന് പാരലായിട്ട് ഇവിടെയുള്ള പോർഷൻ, അതാരാ? എ ബി, എ സി. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ ഡിസ്റ്റൻസാണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ നോക്കൂ, ഇവിടം മുതൽ ഇവിടം വരെയാണ് ഈ വി എന്ന് പറഞ്ഞത്. അതേപോലെ ഇവിടെ മുതൽ ഇവിടം വരെയാണ് ആര്? യു. അപ്പോൾ ഇതാരാ? ഇത് വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ സി. എ സി ആരാ നോക്കൂ? ടി മൈനസ് 0. ടി മൈനസ് 0.
ഇതാരാ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവൽ. എന്താണ് സാധനം? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവൽ. എന്താണത്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ആക്സിലറേഷൻ. ഇതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ നമ്മളെ കൺക്ലൂഷൻ? സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ്, slope of VT graph will give slope of VT graph will give acceleration. Slope of VT graph will give acceleration. VT ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് എന്ത് തരും? ആക്സിലറേഷൻ നമുക്ക് നൽകും. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് അവിടെ കണ്ടെത്തേണ്ടതുണ്ട്. വി ടി ഗ്രാഫിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം വി ടി ഗ്രാഫ്. എങ്ങനെയാണ് വി ടി ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ? ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് സംതിങ് കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈമറി ലെവലിൽ, കുറച്ചും കൂടെ ഹയർ ഓർഡറിൽ പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെക്ക് ചെയ്യാനുണ്ട്. എന്നാലും ബേസിക് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഒന്ന്, ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. രണ്ട്, ആ ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് നമ്മുടെ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വി ടി ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ചെക്ക് ചെയ്താൽ അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഞാൻ ഇവിടെ വി ടി ഗ്രാഫ് വരച്ചിട്ടുണ്ട്. യൂണിഫോം വെലോസിറ്റി ആവണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ വരച്ച ഇവിടെ യൂണിഫോം വെലോസിറ്റിൻ്റെ ആണെന്ന് മാത്രം. നോക്കൂ, യൂണിഫോം വെലോസിറ്റിയാണ്, കാരണം ഇതാണ് ഇതിൻ്റെ ഗ്രാഫ് കേട്ടോ. കാരണം ടൈം അലോങ് എക്സ് ആക്സിസ്, വെലോസിറ്റി അലോങ് വൈ ആക്സിസ്, അതിൽ യൂണിഫോം വെലോസിറ്റിയിലുള്ള ഗ്രാഫാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അതിൻ്റെ താഴെയുള്ള ഏരിയയാണ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഈ ഏരിയ എന്താ നോക്കാം. ആകെ ടി സമയമാണ്, ക്യാപിറ്റൽ ടി ടൈമാണ് ആകെ ബോഡി മൂവ് ചെയ്തത്. അത് യൂണിഫോം വെലോസിറ്റി യുവിലാണ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ചെക്ക് ചെയ്യാം. ഏരിയ അണ്ടർ ദ ഗ്രാഫ്, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം, ഇത് ഒ തന്നെ വിളിക്കാം നമുക്കിതിനെ. ഒ, ദിസ് ഈസ് എ, ദിസ് ഈസ് ബി എന്നൊക്കെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമുക്കിതിന് എന്തെഴുതാം? ഒ എ ഇൻറ്റു എ ബി എന്ന് വിളിക്കാം. ഒ എ ഇൻറ്റു എ ബി. ദാറ്റ് ഈസ് എ ബി ആരാ നോക്ക്, ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? യു മൈനസ് 0 ഇൻറ്റു ഒ എ ആരാ നോക്ക്, ഒ എ ടി മൈനസ് 0. ദാറ്റ് ഈസ് ഇതെന്താ സാധനം? വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ. യു ഇൻറ്റു ടി എന്നുള്ളത് വെലോസിറ്റി ഇൻറ്റു ടൈം. നമുക്ക് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവൽ. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം ആരാ? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ദിസ് ഈസ് നത്തിങ് ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വി ടി ഗ്രാഫ് എന്ന് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വി ടി ഗ്രാഫ് കിട്ടും. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്, എനിക്ക് ചെറിയൊരു പ്രയാസമുണ്ട് സംസാരിക്കാൻ. അപ്പോൾ ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ എന്താ കിട്ടുക? ആക്സിലറേഷൻ കിട്ടും. വി ടി ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഗ്രാഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് മറ്റേ നമുക്ക് പ്രോബ്ലം ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പ്രോബ്ലം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് പ്രോബ്ലംസ് തരുന്നുണ്ട്. നോക്കൂ, ഏരിയ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നമുക്ക് ആകെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരൊറ്റ ഗ്രാഫാണ്. അത് യൂണിഫോം ആക്സിലറേഷനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. യൂണിഫോം ആക്സിലറേഷൻ്റെ എ ടി ഗ്രാഫ്. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ്റെ എ ടി ഗ്രാഫ് ചോദിച്ചാൽ സൗകര്യമായില്ലേ? എന്താ? കോൺസ്റ്റൻ്റ് ആക്സിലറേഷനാണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗ്രാഫ് എങ്ങനെ ഉണ്ടാകുക? സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചെയ്യാനുള്ളത് ഈ ഏരിയ അണ്ടർ എ ടി ഗ്രാഫ് എന്താണെന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ഏരിയ അണ്ടർ എ ടി ഗ്രാഫ്, ഏരിയ അണ്ടർ എ ടി ഗ്രാഫ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എ ടി ഗ്രാഫ് ഗ്രാഫിൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണല്ലോ ഗ്രാഫ്. ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ, ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ നമുക്ക് മുഴുവൻ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ അതിൻ്റെ ഏതൊരു പോർഷൻ എടുത്താലും മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കും, ഞാൻ ഇവിടെ മുതൽ ഇവിടം വരെ കൺസിഡർ ചെയ്തു ഉണ്ടാവും. അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്ത ആദ്യത്തെ ടൈം T1,
ഞാൻ കൺസിഡർ ചെയ്ത രണ്ടാമത്തെ ടൈം T2. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഏരിയ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളെങ്കിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചാൽ മതി. മനസ്സിലായില്ലേ? കണ്ടോ? അപ്പോൾ നോക്കൂ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഏരിയ നോക്കുക. ഇതാ ഈ ഏരിയനെ പറ്റിയപ്പോൾ ഞാൻ ഇൻട്രസ്റ്റഡ് ഉള്ളൂ, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഇതാ ഈ യെല്ലോ പോർഷൻ്റെ ഏരിയയാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് T1 സമയമാണെങ്കിലും T2 സമയമാണെങ്കിലും ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അതിനെ എ എന്ന് പേര് വിളിക്കാം, എ ആക്സിലറേഷൻ. ഇതിന് നമുക്കൊരു പേര് കൂടാം, നമുക്ക് ABCD എന്ന് ഞാൻ തൽക്കാലം പേരിട്ടും. വാട്ട് ഡസ് ഏരിയ അണ്ടർ AT ഗ്രാഫ് റെപ്രസെൻറ്റ്? ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഏരിയ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് നോക്കൂ, ഈ T1 എന്നുള്ള ടൈമിനൊക്കെ 0യിലേക്ക് കൊടുക്കാം, ഈ T2 എന്നുള്ള ടൈമിനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല ഫൈനൽ ടൈമിലേക്ക് കൊണ്ടുപോകാം. അതൊക്കെ നമുക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏരിയ അണ്ടർ AT ഗ്രാഫ് ഞാൻ നേരെ ഏരിയ അണ്ടർ AT ഗ്രാഫ് ഈക്വൽ ടു അതിൻ്റെ കണ്ടിന്യൂഷനാണ് അവിടെ. ഏരിയ അണ്ടർ AT ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ AT ഗ്രാഫ്. ഇവിടെ നോക്കൂ, ആരാണ് ഇവിടെ? AD ഇൻറ്റു AB ഇൻറ്റു AB. കുഴപ്പമില്ലല്ലോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കാരണം ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. AD എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതാരാ? ഇത് A. ഇതാരാ? 0. അപ്പോൾ A മൈനസ് 0 ഇൻറ്റു AB എന്ന് പറഞ്ഞാൽ ദിസ് വൺ എന്ന് വെച്ചാൽ ദിസ് വൺ. അത് ഞാൻ നിങ്ങളോട് മുമ്പ് സൂചിപ്പിച്ച പോലെ ഇത് മുതൽ ഇതുവരെ ആരാണ്? T2. ഇത് മുതൽ ഇതുവരെ ആരാണ്? T1. അപ്പോൾ ഇതാരാ? T2 മൈനസ് T1. ദാറ്റ് ഈസ് ഈക്വൽ ടു A ഇൻറ്റു T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ ടൈം ഇൻ്റർവെല്ല് ഡെൽറ്റ T. A ഇൻറ്റു ഡെൽറ്റ T അതെന്താ സാധനം? ഏരിയൻ്റെ ആക്സലറേഷൻ്റെ ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇൻ്റർവെൽ. അപ്പോൾ A ഇൻറ്റു ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ ആരാണ്? ഡെൽറ്റ V. വണ്ടർഫുൾ. ഡെൽറ്റ V ആരാ? ഡെൽറ്റ V. വെലോസിറ്റി അല്ല, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റ്. ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ഏരിയ അണ്ടർ AT ഗ്രാഫ് ഗീവ്സ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റിനെയാണ് ഏരിയ അണ്ടർ ആക്സലറേഷൻ ടൈം ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നത് ഏരിയ അണ്ടർ AT ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കും. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In the VT graph, find distance traveled by the body in 5 seconds. Also find the displacement of the body in 5 seconds. അപ്പോൾ VT ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റും കാണണം, ഡിസ്റ്റൻസും കാണണം. രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം ഏരിയ അണ്ടർ VT ഗ്രാഫ് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. VT ഗ്രാഫിൻ്റെ താഴെ ഏരിയ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തരും. അപ്പോൾ ഇവിടുത്തെ ഗ്രാഫ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഗ്രാഫ്. ഈ പോർഷനാണ് ഗ്രാഫ്. ഓക്കെ. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നെഗറ്റീവായിട്ടുള്ളത്, നെഗറ്റീവ് സൈഡിലും ഇവിടെ ഗ്രാഫ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഏതായാലും ഏരിയനെ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ കാണാം. ഏരിയ നമുക്ക് കണ്ടുവെക്കാം. യെസ്, നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഞാൻ ആദ്യം കാണാൻ പോകുന്നു. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ നോക്കുക? ഹാഫ് ഇൻറ്റു ബേസ് നോക്കൂ. ഇതെത്രയാണ്? ഇതെന്ന് പറഞ്ഞാൽ ഇത് 2 ആണ് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് നോക്കൂ 40 മൈനസ് 20. അപ്പോൾ എത്ര കിട്ടുക? 20. അപ്പോൾ ഈക്വൽ ടു 20 നിൽക്കട്ടെ. ഇനി നോക്കി ഈ മൊത്തം ഈ റെക്റ്റാങ്കിളിൻ്റെ മൊത്തം ഏരിയ നമുക്ക് ഒരുമിച്ച് വേണം. ഇതെത്ര? 3 ആണ്. 3 ലെങ്ത്ത് 3 ഹൈറ്റ് 20. അപ്പോൾ 3 ഇൻറ്റു 20 എത്രയാണ്? 60 എന്ന് കിട്ടിയത്. ഇത് 60 മൊത്തത്തിൽ. ഇനി നോക്കൂ ഇവിടെ നോക്കൂ, ഹാഫ് ഇൻറ്റു 4 മൈനസ് 3 1 ആണ്. ശ്രദ്ധിക്കണം. ഹൈറ്റ് നോക്കൂ 20 അല്ലേ? ഇതവിടെ 20. അപ്പോൾ 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 കിട്ടി. ഇനി ഇത് അഗെയിൻ ഹാഫ് ഇൻറ്റു ലെങ്ത് എത്രയാണ്? 5 മൈനസ് 4 1 ഇൻറ്റു ഹൈറ്റ് എത്ര നമുക്ക്? മൈനസ് 20 ആണ് കേട്ടോ. 0 മൈനസ് 20 മൈനസ് 0 എന്ന് വരാം. മൈനസ് 20 ആണ്. ശ്രദ്ധിക്കണേ, പറയാം എന്താ മൈനസ് ഒക്കെ. ഈക്വൽ എന്താ കിട്ടുക? മൈനസ് 10 കിട്ടി. അപ്പോൾ നമ്മൾ ഓരോ പോർഷൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് പറഞ്ഞാൽ ഗ്രാഫിൻ്റെ താഴെ ഏരിയ പറഞ്ഞാൽ ഈ ഏരിയയാണ് കേട്ടോ, ഈ ഏരിയ. അപ്പോൾ നമുക്ക് മൊത്തം ഏരിയനെ കുറിച്ച് നമുക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഏരിയ അണ്ടർ ദ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശം നോക്കുക, ഈ പോർഷനാണ്. മൊത്തം ഇവിടെ നമുക്ക് ഇത്രയും പോർഷൻ ഏരിയ ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയും പോർഷൻ ഏരിയ ഇവിടെ വന്നു. ഇവിടെ ഇത്ര ഏരിയ നമുക്ക് ഇവിടെയും വന്നു. ആ ഏരിയയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്.
അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട നമുക്ക് രണ്ട് കാര്യം കാണാനുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റും കാണണം, ഡിസ്റ്റൻസും കാണണം. നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും കാണുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം, അത് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, അല്ലേ, സീറോ ഒക്കെ വരാം. പക്ഷെ മൂവിങ് ഒബ്ജക്റ്റിന് ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും, അത് പോസിറ്റീവായിരിക്കും. നമ്മൾ പഠിച്ചാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ, വി ടി ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറയുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് ഏരിയനെ പോസിറ്റീവായിട്ടും നെഗറ്റീവിനെ നെഗറ്റീവായിട്ടും പരിഗണിക്കേണ്ടതുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ ഇഫ് യു ആർ ഫൈൻഡിങ് ഡിസ്റ്റൻസ് ഫ്രം വി ടി ഗ്രാഫ്, അവിടെ നിങ്ങൾ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. അതിന് കാരണം എന്താ? കാരണം ഞാൻ പറയാം, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. ഇവിടെ നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് ഏതാ, 20, ഇവിടെ പ്ലസ് 60 പ്ലസ് ഇതെത്ര 10, ഇതെത്ര -10, കണ്ടോ? ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നോക്കൂ, ഈ 10 ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ എത്ര കിട്ടുന്നത്, 80 മീറ്റർ എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ ശരിക്കും നമുക്ക് കിട്ടിയ ഇത് ഇത്രയും നമുക്ക് പോസിറ്റീവ് കിട്ടിയിട്ടുണ്ട്. ഇതെത്ര പോസിറ്റീവ് എത്രയാണ്, ഇത് 90 ആണ്. അപ്പോൾ 90 - 10 ആണല്ലോ ശരിക്കും ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ശരിക്കും 90 - 10 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അതിന് മീനിങ് എന്ന് അറിയാം. ശരിക്കും എന്താ മീനിങ്, 90 മീറ്റർ ഈ ഡിറക്ഷനിൽ ട്രാവൽ ചെയ്തു, കണ്ടോ? ഇത് 90 മീറ്റർ ട്രാവൽ ചെയ്തു. എന്നിട്ട് എന്താ ചെയ്ത്, എന്നിട്ട് അവിടുന്ന് തിരിച്ച് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ 10 മീറ്ററും ട്രാവൽ ചെയ്തു. എന്ന് വെച്ചാൽ ഇവിടുന്ന് തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് 10 മീറ്റർ അത് ട്രാവൽ ചെയ്ത് 10 മീറ്റർ. ഇതാണ് സംഭവം. അപ്പോൾ സത്യത്തിൽ എന്താ സംഭവിച്ചു നോക്ക്, ഇവിടുന്ന് 90 ഇവിടുന്ന് അങ്ങോട്ടും ഒരു 10 മീറ്റർ അവിടുന്ന് കിട്ടും. അപ്പോൾ മൊത്തം എത്രയായി, 100 മീറ്റർ നടന്നാണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ഉണ്ടാവുള്ളൂ, ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 90 - 10, അപ്പോൾ ഡിസ്റ്റൻസ് ശരിക്കും എത്ര, അപ്പോൾ ഇതും കൂടി പോസിറ്റീവായിട്ട് എടുക്കണം ഡിസ്റ്റൻസിന്. അപ്പോൾ ഡിസ്റ്റൻസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, 20 + 60 + 10 + 10 ഈക്വൽ എത്ര ഉണ്ടാവുക, 100 മീറ്റർ. നിങ്ങൾക്ക് ആ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ജനറലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമ്മളോട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ പറഞ്ഞാൽ പോസിറ്റീവ് ഏരിയനെ പോസിറ്റീവായിട്ടും നെഗറ്റീവിനെ നെഗറ്റീവായിട്ടും പരിഗണിച്ചുകൊണ്ട് തന്നെ ചെയ്യാം, ഇവിടെ ചെയ്ത പോലെ. എന്നാൽ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും ഒക്കെ എന്താക്കി എടുക്കണം, പോസിറ്റീവാക്കി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഫിസിക്കൽ മീനിങ് ആണ് നിങ്ങൾക്കിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, the acceleration time graph of a particle moving in a straight line as shown in figure. Initial velocity of the particle തന്നുണ്ട്. Find the velocity of the body after 2 seconds. 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ 2 സെക്കൻഡേ ട്രാവൽ ചെയ്യുന്നുള്ളൂ, അല്ലേ? ആകെ 2 സെക്കൻഡേ ട്രാവൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, AT ഗ്രാഫാണ് വെലോസിറ്റി ഓഫ് ദ ബോഡി ആഫ്റ്റർ 2 സെക്കൻഡ്. AT ഗ്രാഫ് എന്ന് ഒരു കാര്യം കണ്ടെത്താനാകുമ്പോൾ നമ്മൾ പഠിച്ചാൽ എന്താ, ചേഞ്ച് ഇൻ വെലോസിറ്റി മതിയല്ലോ. കാരണം ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെക്കൻഡിലെ വെലോസിറ്റിയാണ്, അതാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഇനീഷ്യൽ വെലോസിറ്റി ക്വസ്റ്റനിൽ തന്നുണ്ട്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടപ്പോൾ പ്രശ്നം കഴിഞ്ഞു. AT ഗ്രാഫാണ്. അപ്പോൾ ലെറ്റ് മി ഫൈൻഡ് ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആണ് കണ്ടെത്താൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ലെങ്ത് എത്ര 2 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് 8. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ അറിയാലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, ഇവിടെ 16/2 നമുക്ക് എന്ത് കിട്ടി, 8 കിട്ടി. 2 ക്യാൻസൽ ചെയ്ത് 8 കിട്ടി. ഇനി എന്താണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. ദാറ്റ് മീൻസ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു ആണ് ഇപ്പോൾ 8 കിട്ടിയത്. ബിക്കോസ് ഏരിയ അണ്ടർ AT ഗ്രാഫ് ഗീവ്സ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ദിസ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 8. Change final velocity means velocity at t is equal to 2 seconds. That is equal to 8 plus u. That u is given as 4. That is equal to 12 meter per second is the final answer. 12 meter per second. Now the last question of the day. The velocity time graph shown below represents the motion of an object. VT graph ഒന്നുണ്ട്. Draw the corresponding acceleration time graph. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരക്കാനാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ കാര്യത്തിന് കൃത്യത കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെ നീട്ടി നിങ്ങൾക്ക് വരച്ച് കാണിക്കാം. അവിടെ തന്നെ നമുക്ക് അതിൻ്റെ
ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഷേപ്പ് കാണിക്കാനാണ് കേട്ടോ. ആക്സിസ് സെയിം ആക്സിസിൽ തന്നെ നമുക്ക് വരച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇതേ ഇൻ്റർവെല്ല് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടുന്ന് അതേ ഡോട്ടർ ലൈൻ നമുക്ക് താഴോട്ട് ഇറക്കാം. സെയിം ഡോട്ടർ ലൈൻ ഇങ്ങനെ തന്നെ വരക്കണമെന്നൊന്നുമില്ല, അത് ഞാൻ നിങ്ങൾക്ക് ഇത് പിന്നെ ശരിക്കും എങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഫോർ കമ്പാരിസൺ. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് ഒന്ന് താഴോട്ട് വരക്കുന്നു. മനസ്സിലായല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഗ്രാഫ് ഒന്നും ഇതുവരെ വരയ്ക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ഒന്നും നമ്മൾ വരയ്ക്കാൻ തുടങ്ങിയിട്ടില്ല. ഇവിടെ കറസ്പോണ്ടിങ് എ ടി ഗ്രാഫ് അല്ലേ പറഞ്ഞിട്ടുള്ളത്, എ ടി ഗ്രാഫ്. അപ്പോൾ ഈ എക്സ് ആക്സിസിൽ ടൈം, വൈ ആക്സിസിൽ ആക്സിലറേഷൻ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ നോക്കൂ, ഈ ഒരു ഇൻ്റർവെൽ ഇതിനെ നമുക്ക് എ ബി സി എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഒ എൻ്റെ ഇടയിൽ വി ടി ഗ്രാഫ് നോക്കൂ, സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്, സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ആയിക്കഴിഞ്ഞാൽ, അതായത് വി ടി ഗ്രാഫിൽ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് എപ്പോഴാണ്? യൂണിഫോം ആക്സലറേഷനിൽ, അറിയില്ലേ? വി ടി ഗ്രാഫിൽ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്, അപ്പോൾ അത് പറയാൻ നമ്മളിപ്പോൾ ഒന്ന് പഠിച്ചിട്ടുള്ളൂ. വി ടി ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് എന്ന് യൂണിഫോം ആക്സലറേഷൻ. യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ. കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ്റെ എ ടി ഗ്രാഫ് എങ്ങനെ ഉണ്ടാകുക? സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് കണ്ടാവും, ടൈം ആക്സിസിന് പാരലൽ. അപ്പോൾ ഈ പോർഷൻ വരച്ച് കഴിഞ്ഞു, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്കി ഇവിടെ എന്താ? സ്ട്രെയിറ്റ് ലൈനാണ് പാരലൽ ടു ടൈം ആക്സിസ്. ഏത്? വി ടി ഗ്രാഫ്. വി ടി ഗ്രാഫിന് ടൈം ആക്സിസിന് പാരലൽ അതിൻ്റെ അടുത്ത് എന്താ? യൂണിഫോം വെലോസിറ്റിയാണ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ എന്താ? 0. അവിടെ ആക്സലറേഷൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ നേരെ ഗ്രാഫ് നോക്കുക, ഇങ്ങോട്ട് വന്നു ഉണ്ടാവും യൂണിഫോം ആക്സലറേഷൻ, യൂണിഫോം വെലോസിറ്റിയാണ്. അപ്പോൾ 0 ആക്സലറേഷനായി. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും, ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇതിന് സ്ലോപ്പ് ഉണ്ട്, പക്ഷേ സ്ലോപ്പ് എന്താണ്? നെഗറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ വി ടി ഗ്രാഫിന് നെഗറ്റീവ് സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യൂണിഫോം ആക്സലറേഷനാണ്. പക്ഷേ എന്ത് ആക്സലറേഷനാണ്? നെഗറ്റീവ് ആക്സലറേഷൻ. അപ്പോൾ നോക്കൂ, ഗ്രാഫ് നോക്കൂ, താഴേക്ക് വന്ന് കണ്ടോ, ലൈക്ക് ദിസ്. ഇതാണ് ഗ്രാഫ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിൻ്റെ ഷേപ്പ് നോക്കൂ, ഈ ഗ്രാഫിൻ്റെ കറസ്പോണ്ടിങ് എ ടി ഗ്രാഫ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇവിടെ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പാണ്, അത് പോസിറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ എങ്ങനെ മനസ്സിലായി? ഇന്ന് നമ്മൾ ക്ലാസ്സിൽ സംസാരിച്ചു. എന്ത്? യൂണിഫോം വെലോസിറ്റി സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് കിട്ടുന്ന എപ്പോഴാണ്? യൂണിഫോം ആക്സലറേഷനിൽ. ഇവിടെ നെഗറ്റീവ് സ്ലോപ്പാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓൺലി പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്, മൈൻഡ് ഇറ്റ്. താങ്ക് യു.